പുള്ളിയുടെ വള എന്റെ മൂക്കിനിട്ട് വലിയ വള അറിയാലോ, വളയുടെ കരുത്തരം അറിയാലോ, വള എന്റെ മൂക്കിനിട്ട് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ മണിച്ചേട്ടനോട് ദേഷ്യം കയറുന്ന സലീമേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്, ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. മണിച്ചേട്ടൻ എന്റെ മോത്തോണ്ട് ഇങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് മണിച്ചേട്ടൻ പോയി. പിറ്റേ ദിവസം രാവിലെ എന്തോ ഒരു തമാശനിടയ്ക്ക് ധർമ്മജന്റെ കൈ പിടിച്ച് തിരിച്ചു. സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതായിട്ട് ഇതൊക്കെ. ധർമ്മജനും ചൂടായി. പിന്നെ എന്നെ കൂടെ കൊല്ലി മടിച്ചേട്ടൻ, എന്റെ കുടുംബത്തെ മടിച്ചേട്ടൻ നോക്കുന്നു പറഞ്ഞിട്ട് ധർമ്മജനും ചൂടായി. പുള്ളി ഒന്നും മിണ്ടാതെ. അപ്പൊ അതുവരെ എന്റെയും ധർമ്മജന്റെ ഇടയ്ക്ക് കിടന്ന പുള്ളി ഉറങ്ങും. ഞങ്ങൾ രണ്ടുപേരും നടുക്ക് ഇങ്ങനെ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് മണിച്ചേട്ടൻ നടക്കിറക്കും, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നെഞ്ചത്തോട്ട് കിടക്കും, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മണിച്ചേട്ടൻ കിടക്കും. ധർമ്മജനോട് ചൂടായി റൂമിലോട്ട് അങ്ങോട്ട് പോയി. ഞാൻ ധർമ്മജനെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് വരും. ചെയ്യായി കാണുന്നില്ല. വൈകുന്നേരമായിട്ട് മണിച്ചേട്ടനെ കാണുന്നില്ല. സുബി വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ മണിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചു. ഇല്ലടി എന്താണ്, മണിച്ചേട്ടൻ റൂമിൽ നിന്ന് കരയാണല്ലോ എന്ന് പറഞ്ഞു. അവൻ കരയാൻ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇരുന്നു പിള്ളേരിരുന്ന് കരയും കരയാണ്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ, എനിക്ക് സ്നേഹം കൊണ്ടല്ല ഇങ്ങനൊക്കെ ചെയ്യുന്നു പറഞ്ഞ് കരയാണ്. ഞങ്ങൾ 4 പേരുടെ കെട്ടിപ്പിടിച്ച് കരച്ചിലെന്ന് പറഞ്ഞ പൊട്ടിക്കരയാണ്.